എല്ലാരും അതിന്റെ കൂടെ അടിക്കാൻ ആരൊക്കെ ഉണ്ട്? കൈ പൊക്കുക. ഞാനുണ്ട്. പട്ടാളേ, ഞാനുണ്ട്. എന്തോ കേട്ടില്ല. പട്ടാളത്തിന്റെ കുപ്പി അടിക്കാനായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതാ. ഞാനുണ്ട്. ഋതു ഉണ്ടാവോ ആവോ? തനിച്ചാനെ പോരുന്ന. ജസ്മിത്ത ഇവിടെ വേറെ പരിപാടി നടക്കണത്. ഇമൂസിന് വേണം ഒരു പെഗ്. ഇമ്മൂസ് പാവം മണത്താലെ പൊതങ്ങിട്ട് വീഴുമെന്ന് തോന്നി. എവിടെയായിരുന്നു? അയ്യോ ജിസീനത്ത, നിങ്ങൾ കേറുന്ന ദേ അവള് നിർത്താൻ പോവാണ്. നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് കൊറേ ആയി. കേറുന്ന. ഞങ്ങള് എന്താ വല വീശി പിടിക്കാൻ വന്നത്. അയ്യാടാ, വല വീശൊന്നുമല്ല, ഞാൻ ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. നീ ഇവിടെ മാളത്തിലായിരുന്നു. മാളത്തിലല്ല, മറ്റേ പോസ്കോ. കഴുത കഴുത അവിടെ എനിക്ക് വേണ്ട, ഞാൻ അത്രക്കാരി ഞാനില്ല, വയ്യ. കഴുത ഉണ്ട്, ചോറ് കഴുത അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ജിസീനത്ത് വന്നപ്പോഴത്തേക്കും ചാറ്റ് പവറായില്ല. എന്താ ഇത്? എനിക്ക് വേണ്ട. അതൊന്നും അല്ല ഇത്താ, അതല്ലടാ കാര്യം. കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പം ആര് ചാടി വീണ്, തനിച്ചായവൻ ചാടി വീണ്, ഇതൊക്കെ എവിടുന്ന് വന്ന്? അതെ, പട്ടാളം വെടിയും എന്റെ പൊന്നളിയാ. ഇത് ശരിയാണ്ട, നമുക്ക് അവന് കൊടുക്കണ്ട, നമുക്കടിക്കാം. അവനൊക്കെ മാറ്റിയിരുന്ന, അല്ലെങ്കിൽ അവൻ വെറുതെ നമ്മളെ വധിച്ചു കളയും. അയ്യോ, കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വീഡിയോ അല്ല, ലൈവില്. പട്ടാളം കല്ലെടുത്തെറിയണ്. ഓറഞ്ചാ പേരക്കാ എന്ത് പറഞ്ഞിട്ട് പേരക്കാ പറിച്ചത്. എന്റെ ട്രെയിനിങ് കേൾക്കുന്നുണ്ടടാ ഗോഡ, എന്റെ ട്രെയിനിങ് കേൾക്കുന്നുണ്ട്. ഇല്ല, അവൻ ഒറ്റ എറല കഴിച്ചത്. നിന്റെ ട്രെയിനിങ് ഒന്നല്ല. ഞാൻ പറഞ്ഞിട്ടാ പറിച്ചത്. അവള് എപ്പോഴും ശരിയാണ്ടാ, ഞാനും അത് ചിന്തിച്ചിട്ടാ. അപ്പുറത്തെ വീടല്ലടാ അത്, എന്റെ പൊന്നളിയ, അത് അപ്പുറത്തെ വീടല്ല, അത് ഇവിടുത്തെ ഹൗസാ. നാഗവല്ലി, അതെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ഒരു ടീമാ. പുരുഷനെ അനുഗ്രഹിക്കണം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞൂടെ അടിച്ചിറക്കുന്നുണ്ട് പലരും. അതൊന്നും അയ്യോ, ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാളുണ്ടെടി. അതാരാന്നറിയോ? മനുവേട്ടൻ. മനുവേട്ടൻ അല്ല, ആരുമല്ല. മനുവേട്ടനെ അറിയോ ആർക്കെങ്കിലും അറിയോ? നാഗവല്ലിക്കെങ്കിലും അറിയോ മനുവേട്ടന്? നാഗവല്ലി, ലൊട്ടെ, മനുവേട്ടന്റെ വീട് എന്തെങ്കിലുമൊക്കെ. നാഗവല്ലി മറന്നു. നീയൊക്കെ മറക്കും, പക്ഷെ ഞാൻ മറക്കത്തില്ല. നാഗവല്ലി ഇപ്പൊ ടൈപ്പ് ചെയ്യണ്ടാവായിരിക്കും. ചിലപ്പോ അറിയുമായിരിക്കും അവൾക്ക്, അല്ലെങ്കിൽ അവളും ചിലപ്പോ. ആര് പോയോ ഇതിനകത്തേക്ക്? പോയി എല്ലാരും പോയി. അല്ലല്ല, അയ്യോ എടി, അന്നേരം നാഗവല്ലി EMIയുടെ ലൈവില് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. EMIയുടെ ലൈവില് 7 മണിയാകുമ്പോ എടി പറയട്ടല്ലോട്ടെ. EMIയുടെ ഇമ്മൂസേ, നാഗവല്ലി എല്ലാരും കേട്ടോ. നമ്മുടെ EMI ഇല്ലേ, എമിലിയോ, സോൾ ഓഫ് എമിലിയോ, മറ്റേ കുരുവിനെ പോലെ ഇരിക്കുന്ന ഒരുത്തില്ലേ, കുരുവിയുടെ സൗണ്ടും കുരുവിനെ പോലെ കാണാതിരിക്കുന്ന ആ സുന്ദരി. അവളുടെ ലൈവില് അവള് ആദ്യം അവളെ കാണിക്കില്ലായിരുന്നു. അവൾ 600 സബ്ബൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ അപ്പുറത്തെ വീട്ടിലൊരു വീട് ഇങ്ങനെ കാണിക്കും. അപ്പൊ അവിടത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ മറ്റേ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇല്ലേ, മറ്റേ വരുവാനില്ലാരുമെന്തി വഴിക്കൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ളൊരാളാരും വരുവാനുണ്ടെന്നു. ആ പാടില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു അത്. എന്നിട്ട് ഇവളിങ്ങനെ വീട് കാണിച്ചു തരും. ഞങ്ങൾ എല്ലാ ദിവസവും ചോദിക്കും, ഇതെന്താണ് ആ വീട്, ആ വീട് ഡ്രീമി ഞാനൊക്കെ കൂടി ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞവള് അത് മനുവേട്ടന്റെ വീടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും പറയും, എല്ലാരും ചോദിക്കും. അങ്ങനെ മനുവേട്ടന്റെ വീടെന്ന് പറഞ്ഞ് മനുവേട്ടൻ അറിയാണ്ട് ഫേമസ് ആയി. രാത്രി ആയിട്ടാ, പക്ഷെ ഉണ്ടല്ലോ ഇവിടെ 9 മണിയൊക്കെ ആവും വെട്ടാൻ പോവാണ്. അന്നമ്മയുടെ സമയം മോശമാണ്. ബിസിനസ് 2 പേർക്ക് അടിച്ചോ, ഞാൻ ഓഫാകും. എന്നെ കൺട്രോൾ ചെയ്യണേ, പട്ടാളമാണെന്നേ ഉള്ളൂ. വലിയ പാട്ട് പാടാൻ ഒരു ഹിന്ദി പാടാ. ഓക്കെ.